ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ്. ഞാനപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ മേടിക്കേണ്ടല്ലോ, അപ്പോൾ അതുകളൊക്കെ മേടിക്കാൻ പോവാണ്. അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ, കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ കാണിച്ചു തരാൻ പോകണം. ഞാൻ അധികം സാധനങ്ങളൊന്നും ഇടില്ല. അപ്പം എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഡ്രസ്സ്, പർപ്പിൾ ആൻഡ് വൈറ്റ്. ഇവിടെ ഒരു കീ ചെയിൻ പോലത്തെ എന്തൊരു ഇതുണ്ടായിരുന്നു, ഒരു വാറ് പൊട്ടിയപ്പോൾ അത് പറിച്ച് വെച്ചു. അപ്പം ഞാൻ ആദ്യം തന്നെ ഇടാൻ പോണത് റോസ് വാട്ടറാണ് കേട്ടോ. ഞാൻ കുറച്ചിടുള്ളൂ കേട്ടോ, കുറേ എടുത്തു കഴിഞ്ഞാൽ പകുതി മുക്കാൽ നിലത്തേക്ക് പോവും. എത്ര അടച്ചാലും ഇത് ഈ ഒരു ഗ്യാപ്പിൽ കൂടെ പോട്ടെ. കണ്ണിൽ പോകാറുണ്ട് ചില സമയത്ത്, അതുകൊണ്ട് നല്ലോണം മുറുക്കി കണ്ണടച്ചു. റോസ് വാട്ടറിൻ്റെ ഒരു വലിയ ബോട്ടിൽ ഓൾറെഡി ഉണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ നിറച്ച് വെക്കുന്നതാണ്. വലിയത് വെച്ച് യൂസ് ചെയ്യുമ്പോൾ എന്തുറ്റാ ഇങ്ങനെ കുറേ എടുക്കുമല്ലോ. കണ്ണിൽ എന്തോ പോയിക്കും സല്ല കളഞ്ഞു. ഇവിടെ കണ്ണാടി ഉണ്ട് കേട്ടോ, എനിക്ക് കണ്ണാടിയിൽ അടക്കം നോക്കി ചെയ്യാം. പിന്നെ കണ്ണാടി അടുത്ത് ക്യാമറ വെച്ചിട്ട് ചെയ്തതാണ്. ഞാൻ ഗെറ്റ് റെഡി വിത്ത് എടുത്തിട്ടില്ല ഇതുവരെയായിട്ട്, അപ്പം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ എടുക്കുന്നത് മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വലിയ ചെപ്പുണ്ട്, നല്ല രസമാട്ടോ ചെപ്പ് കാണാൻ. ഞാൻ ചെപ്പടിച്ചു മാറ്റുന്നില്ല, ചോദിച്ചിട്ട് എടുക്കും. കഴിഞ്ഞ വയസ്സിലത്തെ ഇത് നിറയ്ക്കണം. ഞാൻ പോയിട്ട് ആ ചെപ്പെടുത്തിട്ട് വരാം ഗൈസ്. അപ്പം ഗൈസ്, മോയ്സ്ചറൈസർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. വലിയൊരു മോയ്സ്ചറൈസറാണ് കണ്ടോ, നല്ല ക്യൂട്ട് ചെപ്പാണ്ട്. തുറന്ന് കാണിച്ചിടാം. തുറന്ന് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വേറൊരു ബൗള് പോലുണ്ട് ഗൈസ്. ഇത് കണ്ടോ, ഇത് നേരത്തെ തല തിരിച്ചിട്ടാണ്. ഈ ചെപ്പിനാണ് കളർ, ഇത് മുടിക്ക് ഓറഞ്ച് ഇഷ്ടം. അപ്പം എന്തായാലും നമുക്കൊന്ന് എടുക്കാം. ഇത് ഒരുമ എനിക്ക് പേടിയ, കയ്യിൽ നിന്ന് പെട്ടെന്ന് വീഴും. ഉണ്ടോ, തീരാറായി ഗൈസ്. ഇത്ര ഉണ്ടായിരുന്നതാണ് ഇത്ര. ഇതിൽ നിന്നാണ് എടുക്കുക. ഇപ്പം നിറയ്ക്കാനുള്ള നേരമില്ല, ഒന്നെങ്കിൽ തന്നെ നേരെ വൈകിട്ടിരിക്കണം. അടുത്ത മഴ വരുമ്പോഴേക്കും പോയിട്ട് വരണം. ഒന്നെങ്കിൽ അമ്മയുടെ ചീത്തക്കൊക്കെ ഇത്ര നേരം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ചീത്ത കേൾക്കാൻ വഴിയുണ്ട്. അമ്മക്ക് റെഡിയായി കഴിഞ്ഞു കേട്ടോ. പിന്നെ അമ്മാമ്മയുടെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. എൻ്റെ എണ്ണപ്പില്ലാത്ത ഞാൻ കുറച്ച് നേരം വൈകി കുടിക്കാൻ, കാരണം ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞ് ചൂടുവെള്ളം റെഡിയാക്കാനുള്ള നേരം പോയിട്ടുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം മഴക്കാർ കുറവാണ് കേട്ടോ. ഇന്നധികം മഴ പെയ്തിട്ടില്ല. ഒരു പൂച്ച അവിടെ നിന്ന് സൈന്യം നോക്കുന്നുണ്ട്. പച്ച നിങ്ങൾക്ക് കാണാനുണ്ടോയെന്നറിയില്ല ഗീസ്, അവിടുന്ന് ഒരു പൂച്ചാമ്പി വരുന്നത്. കാണാനുണ്ടോയെന്ന് എനിക്കറിയില്ല എത്രത്തോളം. ഞാൻ കാണില്ല, ജിഷിൻ്റെ കേസിൻ്റെ കാണാൻ. അതുകൊണ്ടാണ് അത് ഇതിൽ കൂടെ ഇടയ്ക്കൊക്കെ വരുന്നൊരു പൂച്ചയാണ് കേട്ടോ. പിന്നെ അടുത്തത് എടുക്കാൻ പോകുന്നത് ഒരു സൺസ്ക്രീൻ. ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഇപ്പം നല്ല മഴയാണെങ്കിലും എല്ലാ ക്രീം ഇടുമ്പോൾ എനിക്കിത് വേണം. സൺസ്ക്രീന് മണം എനിക്കിഷ്ടമല്ല, ഉള്ളിയുടെ ഒക്കെ ഒരു മണമാണ്. അപ്പം ഞാൻ കുറച്ചെടുക്കുള്ളത്, ഇത്ര എടുക്കുള്ളൂ. ഇങ്ങനെ കയ്യിലാക്കിയിട്ട് ശ്വാസം വിടാട്ട് ഇങ്ങനെ തൊടും. ഇതിൻ്റെ മണം ഒട്ടും പറ്റില്ല. പക്ഷെ ഏറ്റവും നല്ല സൺസ്ക്രീനാണ് കേട്ടോ. പക്ഷെ ഇതിന് മണം എനിക്ക് പറ്റാത്തൊരു സാധനം. കൈവക്കിട്ടിട്ടുണ്ട്. ഇനി ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, അങ്ങനെ എന്തോ ഒരു സംഭവം. എന്താ പറയണ്ടതെന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഒരു സമയത്ത് ത്രെഡ് ചെയ്യാൻ പോയി പൗഡർ ഇരിക്കുന്നുണ്ടപ്പോൾ റേറ്റ് ചോദിച്ചു മേടിച്ചതാണ്. ഇവിടെ കണ്ണാടിയുണ്ട് ഗൈസ്, അല്ല ഇപ്പുറത്തും കണ്ണാടിയുള്ള ഒരു അലമാരിയാണ്. കുറച്ചുകൂടി തുടച്ച് കളയാൻ സാരമില്ല. ഇനി കുഴപ്പമില്ല, പോവാറാകുമ്പോഴേക്കൊക്കെ പൊക്കോളൂ. മുടി എനിക്ക് അമ്മയോട്ട് കെട്ടിത്തരാം.
എത്തിയിട്ടുണ്ട്. അയ്യോ ഗൈസ്, ഒരു കാര്യം ഇടാൻ പറഞ്ഞു, പൗഡർ ഇടാൻ പറഞ്ഞു ഗൈസ്. ഇതൊക്കെ ഇട്ടിട്ട് പൗഡർ ഇടാൻ പറഞ്ഞു. സാറില്ല, നമുക്ക് ലാസ്റ്റ് ഇടാം, കുഴപ്പമില്ല. ലാസ്റ്റായി ഗൈസ്, ഞാൻ അപ്പോൾ പൗഡർ ഇട്ടിട്ട് ഞാൻ ചില സമയത്ത് അങ്ങനെ പൗഡർ ഇടാൻ മറക്കാറുണ്ട്. എന്നിട്ട് അവസാനം എൻ്റെ മുഖ കണ്ണടയിൽ നോക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ പോയത് എന്തോ കുറവുണ്ടല്ലോ. അപ്പോഴാണ് പൗഡർ ഇട്ടിട്ടില്ലെന്ന് മനസ്സിലാവട്ടോ. ചെറുതായിട്ടൊന്നും കുടിക്കും. ഡ്രസ്സിലൊക്കെ ആയിപ്പോയി. നെയിം സ്ലിപ്പും കൂടി മേടിക്കാനാണ് ഞാൻ പോണത് കേട്ടോ ഗൈസ്. അപ്പം നെയിം സ്ലിപ്പ് ഞാൻ മേടിക്കാനാണ് മെയിനായിട്ട് പോവാന്ന് വിചാരിച്ചത്. പിന്നെ എനിക്ക് കസിൻ്റെ ബാക്കി നെയിം സ്ലിപ്പ് വന്നപ്പോൾ എനിക്ക് തന്നിട്ട് ഗൈസ് ഒരു ബാർബിയുടെയും പിന്നെ നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഇതുണ്ട് കേട്ടോ. അതാണ് പൗഡർ ഇട്ടെങ്കിൽ കൂടി ഉണ്ടോന്ന് നോക്കി. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇനി മുടി കിട്ടിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ മുടിയൊക്കെ കെട്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ മടഞ്ഞിട്ടേക്കാണ്. പിന്നെ ഞാൻ മുടി കെട്ടാൻ പോവാണ്. അപ്പോൾ അത് ചടയാവാണ്ടിരിക്കാനാണ് ഞാൻ ഇങ്ങനെ മടഞ്ഞിട്ടേക്കണേ. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടാലോ. ക്യാമറ നേരെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഇപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട്. ഇങ്ങനെയുണ്ട്. ഇനി തിരിച്ച് വരുമ്പോൾ എത്ര അളവുണ്ട് നോക്കി വെച്ചോളൂ. തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ വീഡിയോയുടെ എൻ്റെ മുടിയുടെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ചിലപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉണ്ടാവും. അപ്പം എനിക്ക് ഇത്രയും വരെ മുടി ചിലപ്പോൾ ഇവിടെ വെച്ച് വെട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത്ര മുടി എൻ്റെ ഇതൊക്കെ കേളി മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇത്രയുള്ള വീഡിയോ. ബൈ.